ഇപ്പൊ എന്റെ 2 പടത്തിലും ഒരു തുള്ളി രക്തം കാണിച്ചിട്ടില്ല. അത് എനിക്ക് എന്റെ സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു ഇടി ഇടിച്ചാലും ഞാൻ അത്ര ഒഴുകണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ട്. ആ രണ്ടാമത്തെ സിനിമ അതിന്റെ കഥാപാത്രവും അയാളുടെ ചുറ്റുപാടും ഒരു ലോ പ്രൊഫൈലുമാണ്. ഇത് വേറെയാണ്. അപ്പൊ ഞാനത് കഴിഞ്ഞ ശേഷം അതിന്റെ ടോട്ടൽ തിരക്കഥ രണ്ടാമതെടുത്ത് എങ്ങനെയാണ് ഇതിനെ കൂടുതലായിട്ട് ബലം വരുന്നത്. അപ്പൊ നമുക്കൊരു റെസിസ്റ്റൻസ് വന്നിട്ടുണ്ട്. ഇപ്പൊ മനുഷ്യന് നമുക്ക് വാർത്തകൾ കണ്ടും വാർത്തകൾ വായിച്ചും അപകടങ്ങളുടെ വീഡിയോ കണ്ടും കൊലപാതക വാർത്തകൾ കണ്ടും കേട്ടും ഒരു ചെറിയ കല്ലിപ്പ് വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന്റെ സ്റ്റോറി കണ്ടതാണ് ഈ ഇടയ്ക്ക്. പാലസ്തീനിലെങ്ങാണ്ട് നടന്ന യുദ്ധത്തിലെ ഒരു ഭീകരമായ ദൃശ്യം അതിട്ടു, സ്റ്റോറി ആയിട്ട് കിടക്കുന്നു. അത് തട്ടിയാൽ ഒരു 20 മിനിറ്റിനകം മഴയത്ത് കാറിൽ പോവാണ് പുള്ളി. റെയിൻ എന്നൊക്കെ പറഞ്ഞ് മഴയും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത്രയും ആത്മാർത്ഥതയുള്ളൂ ഇതിനെ പറ്റി. പ്ലീസ് വാട്ട് ഈസ് ദീസ് എന്നൊക്കെ പറഞ്ഞ് ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം